ഗൈസ് ഗുഡ് നൈറ്റ്. കണ്ടുണ്ടാവില്ലട്ടോ ഗുഡ് നൈറ്റ് പോലും. ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ന്യൂയോർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീനെയും കൊണ്ട് ഫസ്റ്റ് ട്രിപ്പല്ല, ആക്ച്വലി സെക്കൻഡ് ട്രിപ്പ്. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പം ആമി വയറ്റിലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ആമിയുടെ ഒഫീഷ്യലി ടെക്നിക്കലി സെക്കൻഡും ലോജിക്കലി ഫസ്റ്റും ആണ് ട്രിപ്പ് ടു ന്യൂയോർക്ക്. അമ്മ അപ്പോൾ അതിരാവിലെ ഇറങ്ങിയതാണ് നമ്മൾ. അപ്പോൾ ആമിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആമീൻ്റെത് എടുത്ത് പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ ആമി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ട്. ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം 3-3.5 മണിക്കൂറാണ് ടു ന്യൂയോർക്ക് ഉള്ളത്. അപ്പോൾ വിശപ്പടക്കാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി ആലപ്പീനോ ചിപ്സ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായി. നല്ല ചിപ്സ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ക്യൂട്ട് വീടുകളാ. അയ്യോ, ഇപ്പുറത്ത് നല്ലൊരു വീടുണ്ടായി, ഞാൻ മിസ്സാക്കിയാലോ. എനിക്ക് വേണം വല്ല സിനിമാ നടന്മാരും വീടായിരിക്കും ഞാൻ പറയായിരുന്നു ഉണ്ണേട്ടനോട്. നല്ല രസമുള്ള വീടുകൾ. പെണ്ണെന്തേ ആ പെണ്ണെ കാണുന്നില്ലല്ലോ? അതെയാ പൊന്നി, ഇപ്പൊ ഭയങ്കര സംസാരാണ് പെണ്ണ്, ഫുള്ള് ഒന്നും മനസ്സിലാവില്ല. എന്നാലും അല്ലേ അല്ലേ ആച്ചിയാണോ? അമ്മേനെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളേ? ആണോ? ആ ശരി. ആ എന്ത് പൊന്നെ എത്തിയോ? സന്തോഷം നോക്ക ഒരാളുടെ. ഓ, പട്ടീനെ കണ്ടല്ലേ? പട്ടിക്കുട്ടിനെ ഭയങ്കര ഇഷ്ട. എങ്ങോട്ടാ? നമ്മൾ യാത്ര ചെയ്ത് ഇച്ചിരി വിശന്നോട്ടാ. ന്യൂയോർക്ക് എത്താറായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എൻ്റെ അടുത്തൊരു പാർക്കിൽ ഒരു പിക്നിക് സ്പോട്ടിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇതിന്. ഇവിടെ മറ്റേ ബീച്ച് പോലത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ബ്രിഡ്ജ്, അതിൻ്റെ വ്യൂ ഞാൻ ഇവിടുന്ന് കിട്ടുമോയെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ. ലമ്മീസിയ കണ്ട ദൂരെ, നൈസല്ലേ കാണാൻ. ഉണ്ണേട്ടാ, അമ്മീനെ വെട്ടിച്ച് നമ്മളെ വെട്ടിച്ച്. നമ്മള് ഊണ് കഴിഞ്ഞു, ലഞ്ച് കഴിഞ്ഞു, വിശാലമായി ലഞ്ച് കഴിച്ചു, ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ 9/11 ആക്ച്വലി നമ്മൾ 9/11 സെപ്റ്റംബർ 11 അവിടെ ഉണ്ടായത് സംഭവം. അവിടെ നമ്മൾക്ക് പോയെന്ന് പ്ലാനുണ്ട്, പക്ഷെ നമ്മൾ ഓർത്തുണ്ടായില്ല അല്ലേ? സെപ്റ്റംബർ 11 എപ്പോഴാണ്? വെൻസ്ഡേ, ഈ വരുന്ന വെൻസ്ഡേ. അങ്ങനെയായിരിക്കും അങ്ങനെ. അവിടെ ഓരോ അണ്ണാനൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ സൂവിൽ പോകുന്നുണ്ട്. സൂ. ഓക്കെ, കട്ട്. നമ്മൾ ന്യൂയോർക്കിൽ ഏതോ ഒരു ഏതാ ഞാൻ മറന്നു കേട്ടാ. ആ അവന്യൂവിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം അപ്നാ ബസാർ ഫാം എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന പച്ചക്കറികളൊക്കെ പുറമെ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഫുള്ള് ആ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനെ കണ്ടോ, ഗിഫ്റ്റ് സെൻറ്റർ, അവിടെ ഫുൾ ഇന്ത്യൻസ്, പിന്നെ ഫുൾ ഇങ്ങനത്തെ രാജാ സ്വീറ്റ്സ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഉണ്ട്. എല്ലാം എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻസ് ആണ് അധികം. അങ്ങനത്തെ പേരുകളും അവരുടെ ഭക്ഷണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കണം. ഈവൻ ഈ പാനിപൂരിയുടെ ഇങ്ങനത്തെ ഉന്തുവണ്ടിയിൽ എന്താ പറയുക, തട്ടുകടയെ ഇങ്ങനെ കടങ്ങൾ കാണുന്നുണ്ടോ? അതുപോലത്തെയൊക്കെ കുറേ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫുൾ എനിക്ക് ഈ റോഡിൽ ഒരുപാട് ഇന്ത്യൻസിനെയും കാണാൻ പറ്റി. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ന്യൂയോർക്കിലത്തെ ഒരു ഇന്ത്യയാണ് ഈ ഒരു സ്ട്രീറ്റ്.
ഈ കാണുന്നതാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇത് റെയിൽവേ സബ്. ന്യൂയോർക്ക് നഗരം ഉറങ്ങും നേരം തനിമയടങ്ങുന്നു. നിങ്ങൾ ആ ബൈക്ക് കണ്ടോ? ബൈക്കല്ല, സൈക്കിള്. ഇത് കണ്ടത് സിറ്റി ബൈക്ക് എന്നതിൻ്റെ പേര്. സോറി, ഇവിടെയുണ്ട്. ഈ സിറ്റി ബൈക്ക് നമ്മൾ പേ ചെയ്യുക, ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുക. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും നമുക്കത് പാർക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മളെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പം നമുക്ക് മണിക്കൂറിനല്ലേ? അപ്പോൾ നമ്മൾ 9/11 മെമ്മോറിയൽ കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 9/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001 സെപ്റ്റംബർ 11 അൽ-ഖ്വയ്ദയുടെ ആൾക്കാർ US ന്യൂയോർക്കിലെ 2 വേൾഡ് ട്രേഡ് സെൻറ്റേഴ്സ് ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് നശിപ്പിച്ചു. ഫ്ലൈറ്റ് കയറ്റി ഇറക്കി നശിപ്പിച്ച ഇതിൻ്റെ മെമ്മോറിയലാണിത്. കണ്ടോ? അവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് അതൊരു ബിൽഡിങ്ങാണ്. സൗത്തും നോർത്തും ഉണ്ട്. ഐ തിങ്ക് ഇത് സൗത്താണ്. അപ്പോൾ ചുറ്റും അവരുടെ പേരുകൾ, അതിനകത്ത് 2750 ആൾക്കാർ മരിച്ചിട്ടുണ്ടായി. അവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ വന്നിട്ടേ ഇങ്ങനെ പൂവൊക്കെ കൊത്തി വെക്കും. ഇത് കണ്ടോ ഫോട്ടോ ഒക്കെ? അയ്യോ പാവട. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മ്യൂസിയം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ആ മ്യൂസിയത്തിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9/11 മെമ്മോറിയൽ, ആ ബിൽഡിങ്ങിൻ്റെ സംഭവങ്ങളും ആ ബ്ലാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട് അവിടെ. അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. മ്യൂസിയത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ക്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ ടിക്കറ്റ് എടുത്ത കാരണം എനിക്ക് നമുക്ക് വേഗം പോകാൻ പറ്റും. ഇതാണ് നോർത്ത് പോൾ. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ മ്യൂസിയം ഉള്ളത്. വലിയ ക്യൂ ആണ്. നമ്മൾ എയർപോർട്ടിൽ കയറിയൊരു പ്രതീതിയായിരുന്നു കേട്ടോ. ഇവിടെ കയറിയപ്പം കണ്ടോ, എയർപോർട്ട് പോലെ തന്നെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. എല്ലാവരെയും നന്നായിട്ട് ചെക്കൊക്കെ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടുള്ളൂ. മ്യൂസിയത്തിനകത്ത് തന്നെ ഉള്ളൊരു മൂവി ലൈക്ക് തിയേറ്റർ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അത് ഇവിടെ അവരെന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അൽ-ഖ്വയ്ദനെ പിന്തുടർന്ന് ബിൻ ലാദനെയൊക്കെ കൊലപ്പെടുത്തി പക തീർത്തത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു മൂവി ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകം ഇതൊന്ന് റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞത് കാരണം ഞാൻ റെക്കോർഡൊന്നും ചെയ്തില്ല. നമ്മൾ അവിടെ പരിചയപ്പെട്ടൊരു ഇന്ത്യൻസാണ് കേട്ടോ. ഇത് ബാലശ്രീ എന്ന് പറഞ്ഞിട്ട് ആമീനെ ആ കുഞ്ഞാവ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആമീനെ വിട്ട് പോകുന്നേ ഉണ്ടായിരുന്നില്ല. മ്യൂസിയത്തിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണുന്നില്ല. അതായത് ഈ പൊട്ടിത്തെറിക്കുന്നതൊക്കെ നേരിട്ട് കണ്ട ആൾക്കാരുടെ ഫൂട്ടേജൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ടായി. പിന്നെ ഓരോരുത്തർ പറയണത്, ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തവരുടെ പറയണതൊക്കെ അവരവിടെ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. നിങ്ങളിപ്പോൾ കാണുന്നത് ആ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഇങ്ങനെയൊക്കെ എഴുതിയ സംഭവം, പിന്നെ അവിടെ സൈഡിൽ കാണുന്നതൊക്കെ ആ റിയൽ ഇതൊക്കെ ശരിക്കും അവിടെ നശിപ്പിച്ച ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളാണ്. അവരെടുത്ത് വെച്ചൊക്കെ ഇതൊക്കെ തോട്ട്ഫുൾ ആയിട്ടുണ്ടല്ലേ. ദീസ് ആർ ലൈക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ സംഭവത്തിൻ്റെ പിക്ചേഴ്സാണ്. ഇത് നോർത്ത് പോളിൻ്റെ മേളിലത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആൻറ്റിനയുടെ അവശിഷ്ടമാണ്. നോർത്തിനെയും സൗത്തിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആൻറ്റിന വെച്ചിട്ടായിരുന്നു അതിൻ്റെ അവശിഷ്ടം. ഇത് ഐ തിങ്ക് അവിടുത്തെ എലിവേറ്ററിൻ്റെ അവശിഷ്ടമാണ്. ആ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മക്കായിട്ട് അവരവിടുത്തെ സകല കിട്ടിയിട്ടുള്ള എല്ലാ അവശിഷ്ടങ്ങളും എടുത്ത് ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ അങ്ങനത്തെ ബിൽഡിങ്സിൻ്റെ മോഡൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഇസ്ലാം തീവ്രവാദികൾ ഒന്നാമത്തെ ആളാണ്, അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാപ്ടോപ്പ്, അതൊക്കെ ബിൻ ലാദനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച റിവാർഡ് തുക കണ്ടോ നിങ്ങൾ? ഈ ഹൈജാക്ക് ചെയ്ത 2 ഫ്ലൈറ്റ്സിൻ്റെയും റൂട്ട് കാണിക്കുന്ന ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു അവിടെ.
ഈ ഒരു LED സ്ക്രീനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്ന മെസ്സേജ് മാതിരി, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന മെസ്സേജ് മാതിരി അവിടെ ഇങ്ങനെ കാണിക്കും. ഫൺ. ഇവിടെ ഇങ്ങനെ കാണുമ്പം എന്താ പറയുക, ആഡംബര ബൈക്കുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്താ സംഭവം നോക്കുമ്പോൾ ഇവിടുത്തെ ഈ മ്യൂസിയത്തിന് വേണ്ടി ആൾക്കാർ ഡൊണേറ്റ് അവർ കൊടുക്കുകയാണ് ഇങ്ങനത്തെ ബൈക്സൊക്കെ. മേ ബി അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട്. അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ ഒരു ബബിൾ ടീ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയേട്ടനെ വിട്ടിരിക്കുകയാണ്. നമ്മളത് ആ ഈറ്റലി എന്നുണ്ട് റെസ്റ്റോറൻ്റ് ആണോ നീറ്റാൻ പോണത്. ഇത് ഉണ്ണിയേട്ടനെ കൂടാണ്ട് പോകണം. നമ്മൾ പാർക്കിംഗ് എന്തായാലും പേ ചെയ്തിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഡിന്നർ കൂടെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി എവിടെയെങ്കിലും പോയി പാർക്ക് ചെയ്യേണ്ട റിസ്ക് ഒഴിവാക്കാമല്ലോ എന്ന് കരുതി നമ്മൾ ഡിന്നർ കൂടെ കഴിക്കാൻ പോവാണ്. ഇറ്റലിയിലെ ആദ്യം മറ്റേ സൂപ്പർ മാർക്കറ്റൊക്കെ പോലെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ കയറിയത്. ഇറ്റലി പ്രട്ടി ഫേമസ് ആണ് ഇവിടെ ന്യൂയോർക്കിൽ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ തന്നെ കഴിക്കാൻ വന്നത്. ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ആണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അവരുടെ ഇറ്റലിയിൽ നിന്ന് സ്പെഷ്യലി എക്സ്പോർട്ട് ചെയ്തേക്കുന്ന ചീസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഇത് കാണുമ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിച്ചത്? ഞാൻ വല്ല മറ്റേ മദ്ദളോ തബലയോ പോലത്തെ സാധനമാണെന്ന് വിചാരിച്ചതാ. നോക്കുമ്പോൾ ഇത് ചീസാണ്. അങ്ങനെ ഈ ഒരു ഡിന്നറോടുകൂടെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ആൻഡ് ടേക്ക് കെയർ.